നെറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഫാൻസി കാസ്, ഈ പറഞ്ഞ ലക്ഷറി ലൈഫ്, ആ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഇന്റർനെറ്റിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുക. അപ്പോൾ ഞാനും നാച്ചുറലി അതിനകത്ത് അട്രാക്റ്റഡ് ആയി. നമ്മളിപ്പോൾ ഇന്റർനെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും 1000 രൂപ 1 കോടി ആക്കാം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബില്യണർ ആകാം. ആദ്യം നമ്മൾ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കും. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് പോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സിറ്റുവേഷൻ. പിന്നെ എങ്ങനെ മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യും? അപ്പോൾ തിയറിറ്റിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലൂസേഴ്സും അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്സ് ഒക്കെ 20% മേളിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ എല്ലാ ദിവസവും അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്സ് കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് റിയലിസ്റ്റിക് അല്ല. ഫ്യൂച്ചേഴ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ ട്രേഡിംഗ് ഫേമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആരും തന്നെ പല ട്രേഡേഴ്സും അവിടെ സ്ക്രീനിൽ പോലും നോക്കുന്നില്ല, പ്യുവർലി നോക്കുന്ന ഡാറ്റയാണ്. നമസ്കാരം. മാർക്കറ്റ് ഹീറോസിൽ ഇന്നുള്ള അതിഥി വളരെ വ്യത്യസ്തനാണ്. 18ാമത്തെ വയസ്സിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയും 25ാമത്തെ വയസ്സിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആവുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഹരിപ്രസാദ്. സാർ നമസ്കാരം. ആദ്യം തന്നെ ഈ പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ സെബി രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ള ചിന്താഗതി പൊതുവെ ആൾക്കാർക്ക് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു സെബി രജിസ്ട്രേഷൻ എടുക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂവ്മെൻറ്റിനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിൽ സാറ് തീരുമാനം എടുത്തത്? ഓക്കെ, ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സെബീനെ പറ്റിയുള്ള അവയർനെസ്സും കാര്യങ്ങളും കുറവായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ റെഗുലേഷൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രീനകത്ത് നമ്മൾ ജനറലി കാണുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു കമ്പനി വരും, ആ കമ്പനി 1 വർഷം കഴിയുമ്പോൾ വലിയൊരു സ്കാം നടത്തും, അത് കഴിഞ്ഞിട്ട് അത് പോകും, പിന്നെ ആ കമ്പനിയെ പറ്റി കേൾക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോൾ നിയർലി ഇപ്പോൾ 7.5-8 വർഷമായി. അപ്പോൾ അന്ന് ആ സമയത്ത് ഒരു 3 വർഷം മുമ്പുള്ള കമ്പനികളിൽ പലതും ഇപ്പോഴില്ല, അല്ലെങ്കിൽ ഒരു 6 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കമ്പനികളിൽ പതിനെ പറ്റി ഇപ്പോൾ കേൾക്കാൻ പോലും ഇല്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രീനകത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇഷ്ടംപോലെ സ്കാംസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ഫീൽഡിനകത്ത് നല്ല കമ്പനീസിനെക്കാട്ടും കൂടുതൽ ചീത്ത കമ്പനീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഓതൻറ്റിക് ആണ്, റെഗുലേറ്റഡ് ആണ്, എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്, നമ്മുടെ ഒരു സ്റ്റാൻഡ് ക്ലാരിഫൈ ചെയ്യണം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെബി രജിസ്ട്രേഷനെ പറ്റി ആദ്യമേ ആലോചിച്ചത്. കാരണം നമ്മളിവിടെ ഒരു ലോങ് ടേം സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നതാണ്, അല്ലാണ്ട് നമ്മളൊരു ഷോർട്ട് ടേം മണിക്കോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഗിമ്മിക്സ് കാണിക്കാനോ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് കൊടുക്കാൻ വേണ്ടിയല്ല വന്നത്. പിന്നെ വേറൊരു ഈ ഇൻഡസ്ട്രീനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അനുവിനോട് പറയാണ്, അതാണെങ്കിൽ എന്താ 1 വർഷം 100% റിട്ടേൺ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി വരാണ് 1 വർഷം 20% റിട്ടേൺ ഉണ്ടാക്കാം. അപ്പോൾ 100% റിട്ടേൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് തോന്നുക താല്പര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ അത് റിയലിസ്റ്റിക്കലി അത് പോസിബിൾ അല്ല. എന്നാൽ പോലും ആൾക്കാർക്ക് ഈ പറഞ്ഞ ക്വിക്ക് മണി അതിനകത്തോട്ടാണ് ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളത് കൂടുതലും മിക്കപ്പോഴും സ്കാംസ് ആണ്. അപ്പോൾ നമ്മൾ ഓതൻറ്റിക്കാന്ന് പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമ്മളിപ്പോൾ എത്ര ജെന്യൂൻ ആണെങ്കിലും പല ആൾക്കാരും മാർക്കറ്റ്സ് എന്ന് പറയുമ്പം എൻ്റെ അങ്കിളിന് ഇത്രയും പൈസ പോയിട്ടുണ്ട്, എൻ്റെ അപ്പൂപ്പന് ഇത്രയും പൈസ, അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളൊരു ഫീൽഡാണ് മാർക്കറ്റ്സ്. അപ്പം നമ്മുടെ ഓതൻറ്റിസിറ്റി തെളിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ സെബി രജിസ്ട്രേഷന് പോയത്. എനിക്ക് നിയർലി 2 വർഷമായിട്ടുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി യങ്ങസ്റ്റ് സെബി രജിസ്റ്റേർഡ് ആരെയാണ് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ആ ഒരു പ്രോസസ്സിന് പോയി. പിന്നെ എനിക്ക് എല്ലാ ക്വാളിഫിക്കേഷൻസ് എല്ലാം തന്നെ ഉണ്ട് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി. 18ാമത്തെ വയസ്സിലാണ് സാറ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അന്നത്തെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയുന്നതും ഈ മേഖലയിലേക്ക് ചൂട് മാറ്റി വെക്കുന്നത്? ഓക്കെ, ആദ്യം സ്റ്റോക്ക് മാർക്കറ്റ്, ഇപ്പോൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കേൾക്കുന്ന പോലെ ഞാനും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കേൾക്കുന്ന ഈ സിനിമ, TV അങ്ങനെയുള്ള സംഭവം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ന്യൂസിൽ കാണും, സെൻസെക്സ് ഇത്രയും പോയി, മേലോട്ട് പോയി, സെൻസെക്സ് ഇടിഞ്ഞു, നിഫ്റ്റി തകർന്നു, അതെല്ലാം നമ്മൾ ന്യൂസിൽ റെഗുലർലി കാണുന്നൊരു ഇതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് മേലോട്ട് പോയി താഴത്തോട്ട് പോകുന്ന വെച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ സെൻസെക്സ് എന്താ, നിഫ്റ്റി എന്താണ്, എല്ലാ ദിവസവും നമ്മൾ ന്യൂസ് കേൾക്കുന്ന, ഇപ്പം ഒരുതപ്പെട്ട ന്യൂസ് കാണുന്ന എല്ലാ ആൾക്കാരും ഡെയിലി കേൾക്കുന്ന. പക്ഷെ അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ നെറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഫാൻസി കാസ്, ഈ പറഞ്ഞ
ലക്ഷറി ലൈഫ്, ആ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഇന്റർനെറ്റിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുക. അപ്പോൾ ഞാനും നാച്ചുറലി അതിനകത്ത് അട്രാക്റ്റഡ് ആയി. എനിക്ക് 17-18 വയസ്സ്. അപ്പോൾ നാച്ചുറലി ഞാനും അതിനകത്ത് അട്രാക്റ്റഡ് ആയി. പിന്നെ അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് പൈസ ഉണ്ടാക്കാനുള്ളൊരു എളുപ്പ വഴിയാണ്. അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു ഇൻ്റർനെറ്റിൽ അന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ടൈമിനകത്തുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രോക്കേഴ്സ് തന്നുകൊണ്ടിരുന്ന ലെവറേജ് 40x ഒക്കെ ആയിരുന്നു. എനിക്ക് ബേസിക്കലി എനിക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 40,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാം. 10,000 ഉണ്ടെങ്കിൽ 4 ലക്ഷത്തിന് ഇൻട്രാഡേ എനിക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ മൂവ്മെൻറ്റ്സിനകത്ത് വലിയ പ്രോഫിറ്റും വലിയ ലോസും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ബിഗിനേഴ്സ് ലക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇച്ചിരി പൈസ ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി മൊത്തം കളയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു ഇമ്മച്വർ സ്റ്റാർട്ടായിരുന്നു. ഈ പറഞ്ഞതിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ ഒരു ഇമ്മച്വർ സ്റ്റാർട്ട്. അതൊന്നും പഠിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല, അവിടെ ഇവിടെയും കുറേ കാര്യങ്ങൾ കണ്ടു, അത് വെച്ചിട്ട് സ്റ്റാർട്ട് ഓഫ് ചെയ്തു. അപ്പോൾ അന്ന് ഇത്ര അവയർനെസ്സും ഇല്ല, ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റെഫർ ചെയ്യാൻ വലിയ സോഴ്സസ് ഒന്നുമില്ല, സെറോദ ബേസിറ്റി പോലും ഇല്ലെന്ന്. അപ്പോൾ അന്ന് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയതും പഠിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി. പിന്നെ യൂട്യൂബിനകത്തൊക്കെ ഇപ്പോൾ കാണുന്ന പോലെ യൂട്യൂബിനകത്തൊന്നും കണ്ടന്റ് ഇല്ല അന്ന്. പക്ഷേ കുറച്ച് ഫോറിൻ ചാനൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ലൊരു ചാനൽ ടേസ്റ്റി ട്രേഡ്സ് എന്നൊക്കെ പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചാനൽസൊക്കെ റെഫർ ചെയ്തു. പക്ഷേ അത് ഡയറക്റ്റ്ലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ്സിനകത്ത് ആപ്ലിക്കബിൾ അല്ല ഈ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒന്നും. പിന്നെ അതുപോലെ തന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല. കാരണം പല ആൾക്കാരും പല കാര്യങ്ങളാണ് ക്ലെയിം ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും 1000 രൂപ 1 കോടിയാക്കാം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബില്യണർ ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാച്ചുറലി അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാനും അട്രാക്റ്റഡ് ആയി. പക്ഷെ അത് റിയലിസ്റ്റിക് അല്ല എന്ന് നമ്മൾ അറിയുന്നത് നമ്മുടെ കൈ കൊള്ളുമ്പോഴാണ്. പിന്നെ ചെയ്തു തുടങ്ങി. അപ്പോൾ 2-3 പ്രാവശ്യം അക്കൗണ്ട് വൈപ്പോട്ട്, വലിയ ക്യാപിറ്റൽ, ചെറിയ എമൗണ്ട് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ 18-19 ഇയേഴ്സിൻ്റെ അടുത്ത് എത്ര രൂപയുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ഓഫ് ചെയ്ത് പൈസ വൈപ്പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഓക്കെ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അത്ര. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെക്ടേഷൻ എല്ലാ ദിവസവും 20% റിട്ടേൺ ഉണ്ടാക്കുക, 1 ലക്ഷം രൂപ കോടി രൂപയാക്കി 1-2 വർഷത്തെ മാറ്റാം, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തിയറിറ്റിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലൂസേഴ്സും അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്സ് ഒക്കെ 20% മേളിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ എല്ലാ ദിവസവും അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്സ് കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് റിയലിസ്റ്റിക് അല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് മനസ്സിലായി, ഓക്കെ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ കുറച്ച് കറക്റ്റായിട്ടുള്ള വഴികളുണ്ട്. എൻ്റെ ഒരു മേജർ ബ്രേക്ക് ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം വൈപ്പ് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇങ്ങനെ അല്ല. പിന്നെ ഞാൻ കുറേ ഇതിനെപ്പറ്റി വായിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യം നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കും. നമ്മൾ നോക്കും, ഓക്കെ എനിക്ക് പറയാൻ പറ്റും മാർക്കറ്റ് മേലോട്ട് പോകാൻ പോവാ താഴത്തോട്ട് പോകാം. നമ്മൾ പ്രെഡിക്ഷനാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വെച്ച് മാർക്കറ്റ് എങ്ങോട്ട് വന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. പിന്നെ ഒരു പോയിന്റ് എത്തപ്പോഴത്തേക്ക് മനസ്സിലായി, നമുക്ക് നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന പോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സിറ്റുവേഷൻ. പിന്നെ എങ്ങനെ മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യണം? അപ്പോൾ നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇത് കൂടുതൽ ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കണ്ടു തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ എങ്ങനെയാണ് നമുക്ക് റിസ്ക്കും റിവാർഡും കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, അപ്പോൾ പ്രോബബിലിറ്റി വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം പിന്നെ എൻ്റെ ട്രേഡിങ് മൊത്തം ഓറിയൻറ്റ് ചെയ്തേക്കാണ് പ്രോബബിലിറ്റി വെച്ചിട്ടാണ്. ഞാൻ മാർക്കറ്റ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാറില്ല. മാർക്കറ്റ് മേലോട്ട് പോകാൻ താഴത്തോട്ട് പോകാൻ എനിക്കൊരു ഇതുമില്ല. കാരണം എനിക്കത് പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തിക്കും പ്രഡിക്ഷൻ എന്ന് പറഞ്ഞൊരു മോഡൽ വെച്ചിട്ടൊന്നും പറ്റില്ല. പക്ഷേ പ്രോബബിലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ റിസ്ക് റിവാർഡും പ്രോബബിലിറ്റി വെച്ച് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ട്രേഡിങ് ഈ പറഞ്ഞതിൽ പ്രോബബിലിറ്റി റിസ്ക് റിവാർഡ് വെച്ചിട്ട് സ്വിച്ച് ചെയ്തു. അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ റിസൾട്ട്സ് കണ്ടു തുടങ്ങി. പിന്നെ ഞാനൊരു പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേം, ഫ്യൂച്ചേഴ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ ട്രേഡിംഗ് ഫേമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ആരും തന്നെ പല ട്രേഡേഴ്സും അവിടെ സ്ക്രീനിൽ പോലും നോക്കുന്നില്ല, പ്യുവർലി നോക്കുന്ന ഡാറ്റയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ഡേ എങ്ങനെ കൂടുതൽ എങ്ങനെയാണ് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ചാൻസസ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിനകത്തോട്ട് പിന്നെ ഞാൻ സ്വിച്ച് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്തുതരം ടെക്നിക്സ് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത് ട്രേഡ്? നമ്മൾ സത്യം പറഞ്ഞാൽ കൂടുതലും ട്രേഡ് ചെയ്യുന്ന വെച്ചാൽ റൂൾ ബേസ്ഡ് ആണ്. ഇപ്പോൾ എനിക്കിപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ 70 രൂപയും ഞാൻ റൂൾ ബേസ്ഡ് ആണ് ട്രേഡ് ചെയ്യുന്നത്. റൂൾ ബേസ്ഡ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കും. ആ ഹിസ്റ്റോറിക്കലി മാർക്കറ്റ് എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്തത്
അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ഇൻസ്റ്റൻസിൽ എന്ത് മാർക്കറ്റ് മേലോട്ട് പോകാനാണോ താഴത്തോട്ട് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ലാസ്റ്റ് 10 വർഷത്തെ ഡാറ്റയിൽ. അതിനെ ഓറിയൻറ്റ് ചെയ്താണ് നമ്മൾ കൂടുതൽ ട്രേഡ്സ് കൊടുക്കുന്നത്. ബാക്കി 30% മാത്രമാണ് ഡിസ്ക്രിഷണറി ട്രേഡ്. ഡിസ്ക്രിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചാർട്ട് നോക്കി നമ്മുടെ ഒരു അനലിറ്റിക്സും കാര്യങ്ങളും വെച്ച് ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ 30% ഡിസ്ക്രിഷനും ബാക്കി 70 അല്ലെങ്കിൽ 75% ഇപ്പോഴും റൂൾ ബേസ്ഡാണ് നടക്കുന്നത്. പിന്നെ ഒരു നമുക്ക് ഇനിഷ്യലി പറ്റുന്നൊരു മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രാറ്റജി എടുക്കും, എന്നിട്ട് ആ സ്ട്രാറ്റജി എടുത്തിട്ട് നമ്മൾ വിചാരിക്കും ഈ സ്ട്രാറ്റജി എപ്പോഴും പൈസ ഉണ്ടാക്കും. കാരണം നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഫൈൻഡ് 95% അക്യൂറസി ഫോർ ദ സ്ട്രാറ്റജി അങ്ങനെയൊക്കെ പറഞ്ഞാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല. അപ്പോൾ ഒരു ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിലില്ല. അപ്പോൾ ഇനിഷ്യലി നമ്മൾ അങ്ങനെ നോക്കും. നമ്മൾ ഓർക്കും ഓക്കെ ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻസ് നമ്മൾ 10 എക്സാം എഴുതി. ഇപ്പോൾ അനൂപ് 10 എക്സാം എഴുതി കഴിഞ്ഞാൽ എത്ര എക്സാം ഫെയിൽ ആവും? ഒന്നോ രണ്ടോ ചിലപ്പോൾ ഫെയിൽ ആവും. പക്ഷെ ബാക്കി 9 എണ്ണോ 8 എണ്ണോ വിന്നിങ് ആണ്. അപ്പോൾ നമ്മുടെ സക്സസ് റേറ്റ് നിയർലി 90%. പക്ഷെ ട്രേഡിങ് വരുമ്പോൾ നേരെ തിരിച്ചാണ്. നമ്മളിപ്പോൾ 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 ട്രേഡിങ് ചിലപ്പോൾ വിന്നിങ് ആവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 4 എണ്ണേ വിന്നിങ് ആവുള്ളൂ. ആ 4 വിന്നിങ് ട്രേഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആവും, അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എഡ്ജ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കിനെക്കാട്ടും കൂടുതലായിരിക്കണം. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. പക്ഷേ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ട്രേഡും വിന്നിങ് ആവണം. ഈ ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന അബദ്ധമാണ് നമ്മൾ റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാറില്ല. നമ്മൾ അക്യൂറസിയുടെ പുറകെയാണ് ഓടുന്നത്. അപ്പോൾ നമ്മൾ ഫീൽ ചെയ്യും ഓക്കെ ഇത്ര അക്യൂറസി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് 90%-ന്റെ അടിയിൽ മോശമാണ്. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പല സിസ്റ്റംസ്, ഒരു സ്ട്രാറ്റജി അല്ല പല സ്ട്രാറ്റജീസ്. അപ്പോൾ പല സ്ട്രാറ്റജീസ് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി എപ്പോഴും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ പല സിസ്റ്റംസ് ഇപ്പം ഞാൻ റൺ ചെയ്യുന്ന 13 സ്ട്രാറ്റജീസ് ഞാൻ റൺ ചെയ്യുന്നുണ്ട് എൻ്റെ ആൽഗോസിൽ. അപ്പം ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തില്ലെങ്കിലും പല സ്ട്രാറ്റജീസ് റൺ ചെയ്യുന്നതുകൊണ്ട് ബാലൻസ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്തേക്കുന്നത് സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് നെഗറ്റീവ് എടുത്താലും ക്യാപിറ്റൽ ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ ഓപ്ഷൻ ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ? നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട്. നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് ആയിരുന്നു ഒരു കഴിഞ്ഞ ഒരു വർഷം മിഡ് വരെ നമ്മൾ പ്യുവർലി ഓപ്ഷൻ സെല്ലിംഗ് ആയിരുന്നു. ഒരു 90% ട്രേഡ്സ് ഓപ്ഷൻ സെല്ലിംഗ് ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ്റെ ഒരു നിയർലി 70% അല്ലെങ്കിൽ ഒരു 60% സെല്ലിങ്ങും ബാക്കി ഒരു 20% ബൈയിങ്ങും എന്ന് വെച്ചാൽ ഒരു മിക്സാണ്. ബാക്കി ഒരു 20% എന്ന് വെച്ചാൽ ഐഡിയലാണ്. കാരണം ബൈയിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ചെറിയ ചങ്ക്. ഇപ്പോൾ സെല്ലിങ്ങിനകത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ക്യാപിറ്റൽ സൈസ് കുറച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിക്സ് വാല്യൂസ് ഭയങ്കര ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം കിട്ടുന്നില്ല. പണ്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ പല സെല്ലിംഗ് സ്ട്രാറ്റജീസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. നേരെ തിരിച്ച് ആ പറഞ്ഞ സെയിം ലോജിക്ക് നമ്മൾ ഹെഡ്ജസ് വെച്ച് മാത്രം റൺ ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രോഫിറ്റബിൾ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെല്ലിങ്ങും ബൈയിങ്ങും മിക്സ്ഡ് ആണ്. ഒരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വെച്ച് അതായത് ഞാൻ പറഞ്ഞു ഒരു 60% സെല്ലിങ്ങിനും ബാക്കി 20% ബൈയിങ്ങിനും ബാക്കി 20% ഐഡിയലാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70% സെല്ലിങ് 10% ബൈയിങ് ബാക്കി ഉള്ള 30% ആയിരുന്നു ഐഡിയൽ. അതുപോലെ 18ാമത്തെ വയസ്സിൽ വന്നു, ഇന്ന് നല്ലൊരു പൊസിഷനിൽ നല്ലൊരു സ്ഥാപനമായി, അതുപോലെ തന്നെ നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് മാർക്കറ്റിലോട്ട് വന്നപ്പോൾ ആഗ്രഹിച്ചൊരു പൊസിഷനിലേക്ക് ഇപ്പോൾ എത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇതാവണം അല്ലെങ്കിൽ അതാവണം എന്ന് പറഞ്ഞല്ല മാർക്കറ്റിനകത്തോട്ട് വന്നത്. പിന്നെ അന്ന് ഞാൻ എന്താണോ മാർക്കറ്റിനെ പറ്റി എക്സ്പെക്ട് ചെയ്തത് അതൊന്നും തന്നെ അല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എക്സ്പെക്ടേഷൻ അതല്ല. അപ്പോൾ അന്ന് ട്രേഡിങ്ങിനകത്തോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നത് എന്താ, ചാർട്ട് നമ്മൾ നോക്കി ബൈ ചെയ്യുക സെല് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ. പക്ഷേ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്തുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വാസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ പല ഡൊമൈൻസ് ഉണ്ട്. ഇപ്പോൾ മെർച്ചൻറ്റ് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, ഇതെല്ലാം ഈ പറഞ്ഞ മാർക്കറ്റ്സിനകത്ത് വരുന്ന കാര്യം തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് എനിക്ക് ട്രേഡിങ്ങിനെ പറ്റി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അന്ന് എനിക്ക് കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ട്രേഡിങ് ചെയ്യുന്നുണ്ട്, നമ്മൾ മെർച്ചൻറ്റ് ബാങ്കിങ് ചെയ്യുന്നുണ്ട്, ട്രേഡിങ് ചെയ്യുന്നുണ്ട്, അഡ്വൈസറി ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ B2B കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേറെ ബിസിനസ്സസിന് വേണ്ടി കൺസൾട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞ സ്റ്റോക്കിൻ്റെ പർച്ചേസും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൺസൾട്ടിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നും നമുക്ക് എന്തൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഈ ഫീൽഡിനകത്ത് ഇപ്പം ഞാൻ അടുത്ത 5 വർഷത്തേക്ക് ഇത് തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വരാനില്ല. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ ഒരാൾ ഇതിനകത്തോട്ട് വരുന്നത്, എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ അറിയാം, അവർ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത് ചിലപ്പോൾ സ്റ്റോക്ക് ട്രേഡിങ് വെച്ചിട്ടായിരിക്കും.
പിന്നെ അവരൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അവർ പ്യുവർലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ട്രേഡിംഗ് വെച്ച് മാത്രമായിട്ട് അവർ ഓറിയന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് നമുക്ക് ഇതിനകത്തൊന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ എനിക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിരിക്കും കംഫർട്ടബിൾ, പക്ഷെ അനൂപിന് ചിലപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും. പേഴ്സൺ ടു പേഴ്സൺ അത് മാറും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇൻട്രാഡേ സ്വിംഗും തമ്മിലുള്ള വ്യത്യാസം പോലും എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എൻ്റെ എക്സ്പെക്ടേഷൻ ഇന്നത്തെ എക്സ്പെക്ടേഷനും കംപ്ലീറ്റ്ലി രണ്ടും വേറെ. മാർക്കറ്റിൽ ശരിക്കും നമുക്ക് സ്റ്റേബിളായിട്ട് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ അല്ലെങ്കിൽ ആ മാർക്കറ്റിനുള്ള അപ്രോച്ച് നമ്മുടെ എങ്ങനെയായിരിക്കണം? ഒന്നാമത്തെ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ റിയലിസ്റ്റിക് ആയിരിക്കണം. അപ്പോൾ എനിക്ക് പല ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എനിക്ക് മനസ്സിലായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ പല ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര അൺറിയലിസ്റ്റിക്കാണ്. ഇപ്പം ഞാൻ അനൂപിനോട് പറയാം, അനൂപ് 1 കോടി രൂപ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 1 വർഷം കഴിയുമ്പോൾ എന്ത് റിട്ടേൺ വേണം? ചിലപ്പോൾ അനൂപ് പറയും ആദ്യത്തെ വർഷമല്ലേ, പുതിയ ബിസിനസ് അല്ലേ, റിട്ടേൺ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. രണ്ടാമത്തെ വർഷം ചിലപ്പോൾ 20%, പിന്നെ 30%, അങ്ങനെ ആയിരിക്കും എക്സ്പെക്ടേഷൻ പോകുന്നത്. നേരെ തിരിച്ച് അനൂപിനോട് ചോദിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, എന്താണ് റിട്ടേൺ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂപ് എന്തായിരിക്കും പറയുന്നത്? സ്വാഭാവികമായിട്ട് ഒരു 50-60 ലക്ഷം രൂപ പറയും. അതെ, 50%, 60%. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ആദ്യമേ വരുന്നൊരു എക്സ്പെക്ടേഷൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, ഒരുപാട് പൈസ പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പോൾ 50-60 ലക്ഷം രൂപയാണ് റിട്ടേൺ എക്സ്പെക്ടേഷൻ അനൂപ് പറയാം. എല്ലാ ഇൻഡിവിജ്വൽസിനും ഈ പറഞ്ഞ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ റിട്ടേൺ എക്സ്പെക്ടേഷൻ 1 കോടി വരുന്നതുകൊണ്ടാണ് അനൂപ് ഇപ്പം 50-60 ലക്ഷം രൂപ പറഞ്ഞത്. ഇപ്പം അനൂപിനോട് ഞാൻ പറയാം 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചോ, 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾ പറയാം എനിക്ക് 1 കോടി ഉണ്ടാക്കണമെന്ന്. ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ 1 കോടി ഉള്ളവനറിയാം എത്ര പാടാണ് 1 കോടി ഉണ്ടാക്കാൻ. എന്നാലും 50-60% പറഞ്ഞത്, അതും വലിയൊരു റിട്ടേൺ ആണ്. പക്ഷെ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണവനെ സംബന്ധിച്ചും അവന് 1 കോടി ഉണ്ടാക്കാനായിരിക്കും അവൻ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനും 50 ലക്ഷം ഉണ്ടാക്കാനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രീനകത്തോട്ട് വരുന്ന ഒരാൾ ആദ്യം തന്നെ ഒരുപാട് റിസ്കിനകത്ത് ഫോക്കസ് ചെയ്യാത്തത് കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കാം. അപ്പോൾ എല്ലാവരും പെട്ടെന്നൊരു ഷോർട്ട് ടേം മണി, അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ റിസ്ക് എടുത്തിട്ട് കുറവ് ഡ്യൂറേഷനിൽ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാനതിന് പകരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് അത് കംഫർട്ടബിൾ ആകുമ്പോൾ മാത്രം പിന്നെ സ്കെയിലപ്പ് ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് ഞാൻ 1 ലക്ഷം കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് 10 ലക്ഷം, അത് 1 ലക്ഷം 2 ആക്കാനോ, ഈ 1 ലക്ഷം 2 ആക്കണമെങ്കിൽ 100% റിട്ടേൺ വേണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നാണ് പല ആൾക്കാരും വരുന്നത്. അപ്പോൾ അത് തന്നെ തെറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ മന്ത്ലി ടാർഗറ്റ് ചെയ്യുന്ന 2-3% ആണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡ് ചെയ്യണത് 34% ആണ്. ഇപ്പോൾ ഈ ഞാൻ പറയുന്ന എല്ലാ സാധനത്തിനും എന്താ പറയുക, ഞാൻ ഡെയിലി ബേസിസ് ഞാൻ സെൻസിബിൾ വെരിഫൈഡ് P&L ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു 50 lakhs ഒരു ബേസ് അക്കൗണ്ട്, 50 lakhs ആണ് നമ്മുടെ ബേസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ബെഞ്ച് മാർക്ക്, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വെരിഫൈ ആണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഡേ ടു ഡേ ബേസിസ് സെൻസിബിൾ വെരിഫൈഡ് P&L ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അനൂപിന് ഷെയർ ചെയ്യാം, ഈ വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ മന്ത്ലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു 2-3% ആണ്. ഈ ഫിനാൻഷ്യലിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് 34%, ആഫ്റ്റർ ചാർജസ് 32% ഓൺ F&O ട്രേഡിംഗ്. അപ്പോൾ അതാണ് ആഫ്റ്റർ ചാർജസ് നിയർലി 31% സംതിങ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ആഫ്റ്റർ ചാർജസ് വരുന്ന നമ്മുടെ നെറ്റ് റിട്ടേൺ ഈ ഫിനാൻഷ്യൽ. നമ്മൾ ടാർഗറ്റ് ചെയ്യണത് നിയർലി 40%. അത് ഇക്വിറ്റിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കൂടെ വരുമ്പോൾ ചിലപ്പോൾ അതൊരു 45%. കാരണം നമ്മൾ ഈ ഫിനാൻഷ്യൽ നമ്മൾ അധികം ഇക്വിറ്റിനകത്ത് ഫോക്കസ് ചെയ്യില്ല, അത് നമ്മൾ കുറേ മിസ് ഔട്ട് ചെയ്തു. എന്നാൽ പോലും നമ്മൾ നിയർലി ഒരു 40-45% വലിയൊരു പോയിന്റ് പറഞ്ഞത്. കാരണം ഇന്ന് ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് വരുന്ന എല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെ 100% റിട്ടേൺ അല്ലെങ്കിൽ 200% റിട്ടേൺ, ഞാൻ ഇന്ന് 1 ലക്ഷം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത 3 വർഷം കൊണ്ട് എനിക്ക് ഒരു 10 ലക്ഷം ആക്കണം, അതിനുശേഷം ഒരു 3 വർഷം കൊണ്ട് ഞാനത് 1 കോടി ആക്കണം. ഈ രീതിയിലുള്ള ഡ്രീംസ് ആയിരിക്കും ആൾക്കാർ പൊതുവെ കൂടുതൽ. ഞാനും അങ്ങനെ തന്നെയാണ് തുടങ്ങി. ഇന്ന് ഇപ്പോഴും കുറേയൊക്കെ അവയർനെസ് കൊടുക്കാൻ ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കുറേയധികം ആളുകളും വരുന്നതും ഈ ഒരു ഡ്രീം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ളവർ ശരിക്കും എത്തരത്തിലാണ് ശരിക്കും മാർക്കറ്റിനോട് അപ്രോച്ച്മെന്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ളവർ കൃത്യമായിട്ടൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അപ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. അപ്പോൾ പിന്നെ ആൾക്കാർ എസ്പെഷ്യലി കൂടുതൽ ആൾക്കാർ മാർക്കറ്റിനകത്തോട്ട് വരുന്ന ഓപ്ഷൻ ബൈയിങ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഓപ്ഷൻ ബൈയിങ് ചെയ്യണം, ഓപ്ഷൻ സെല്ലിങ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആയിരിക്കും കംഫർട്ടബിൾ, വേറെ ഒരാൾക്ക് ഓപ്ഷൻ സെല്ലിങ് ആയിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് രണ്ടും കംഫർട്ടബിൾ ആയിരിക്കും. രണ്ട് മൈൻഡ് സെറ്റാണ്. അപ്പോൾ എനിക്ക് ഡിസ്ക്രിഷണറി മാനുവലായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഓപ്ഷൻ സെല്ലിംഗ് ആണ് കംഫർട്ടബിൾ. പക്ഷേ റൂൾ ബേസ്ഡ് ആയിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് രണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. മാനുവലായിട്ട് ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിനകത്ത് ഞാൻ വലിയ പരാജയം, എനിക്ക് മാനുവലായിട്ട് ഓപ്ഷൻ ബൈയിങ് ചെയ്യാനേ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര കാം ആൻഡ് കമ്പോസ്റ്റാണ്. അപ്പോൾ അതിനകത്തെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് എനിക്ക് പതുക്കെ പൈസ ഉണ്ടാക്കിയാൽ മതി, പതുക്കെ ലോസ് ഉണ്ടാക്കിയാൽ മതി. ഓപ്ഷൻ ബൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അത് എൻ്റെ പേഴ്സണാലിറ്റി അഡാപ്റ്റിംഗ് അല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബൈ ഞാൻ കൂടുതൽ റൂൾ ബേസ്ഡാണ് ചെയ്യുന്നത്. അതെനിക്ക് കംഫർട്ടബിളാണ്, കാരണം എൻ്റെ മാനുവൽ ഇൻ്റർവെൻഷൻ അവിടെ ആവശ്യമില്ല. പിന്നെ വേറൊരു ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ ഓപ്ഷൻസിനകത്ത് ആൾക്കാർ പൈസ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വെച്ച് നമുക്ക് എടുക്കാം. ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ്റെ പ്രീമിയം 100 രൂപയാണ്. ഈ പറഞ്ഞ 1 ലക്ഷത്തിനകത്ത് എനിക്ക് എടുക്കാനുള്ള താല്പര്യമുള്ള റിസ്ക് എന്ന് വെച്ചാൽ 2000 രൂപയാണ്. അപ്പോൾ ആ 2000 രൂപ റിസ്ക് അനുസരിച്ചിട്ട് വേണം ഞാൻ എത്ര ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യപ്പെടാൻ. പക്ഷേ ആൾക്കാർ എങ്ങനെ ചെയ്യുന്നത്, എനിക്കിപ്പോൾ 1 ലക്ഷം രൂപയാണ്, പ്രീമിയം 1000 രൂപയാണെങ്കിൽ അവർ 100 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാൻ നോക്കും. അപ്പം ആ അവിടെ ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാവും, ലോസ് ഉണ്ടാകുമ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാപിറ്റൽ തന്നെ വൈപ്പ് ഔട്ട് ആവും. കാരണം ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ ഇപ്പം നമ്മളിത് FD ഇടുന്ന പോലെയാണ് ആൾക്കാർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യണത്. അപ്പോൾ എൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപ FD ഇടണം, അല്ലാണ്ട് 5 ലക്ഷം രൂപ അല്ല. പക്ഷേ മാർക്കറ്റ് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ക്യാപിറ്റൽ 10 ലക്ഷം ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ ട്രേഡ് ചെയ്യണ പൊസിഷൻ സൈസിങ് എന്ന് വെച്ചാൽ എൻ്റെ റിസ്കിനനുസരിച്ച് വേണം. ഫുൾ 10 ലക്ഷം വെച്ചിട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നത്, എൻ്റെ അടുത്ത് 10 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ ഫുൾ 10 ലക്ഷം രൂപ ഡിപ്ലോയ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് കംഫർട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കും എന്തിനാ ബാക്കി പൈസ വെറുതെ വെക്കുന്നത്, ഫുൾ പൈസ യൂസ് ചെയ്തത് ആ ഒരു രീതിയില്ല. അപ്പോൾ റിസ്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ക്യാപിറ്റൽ മൊത്തം വൈപ്പ് ഔട്ട് ആവും. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ എൻ്റെ വെരിഫൈഡ് പേയ്മെൻ്റ് കൊടുക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർജിൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ബേസ് അക്കൗണ്ടിനകത്ത് നമ്മൾ 50 ലക്ഷം കീപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 1 കോടി രൂപ കീപ്പ് ചെയ്യുന്നെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും ഈ 1 കോടിയുടെ കംപ്ലീറ്റ് യൂട്ടിലൈസേഷൻ ഉണ്ടാവുന്നില്ല. മാക്സ് ടു മാക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പക്ഷേ ചിലപ്പോൾ 50 ലക്ഷം രൂപ ആയിരിക്കാം, 60 ലക്ഷം രൂപ ആയിരിക്കാം, 70 ലക്ഷം രൂപ ആയിരിക്കാം. ബാക്കി 30% ക്യാപിറ്റൽ ഐഡിയലായിട്ട് കീപ്പ് ചെയ്യും റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ ആവശ്യം അനുസരിച്ചായിരിക്കും ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ് വരുന്നത്. പക്ഷേ ബിഗിനറിനെ സംബന്ധിച്ച് അവൻ ഒരു സ്ട്രാറ്റജിയാണ് ട്രേഡ് ചെയ്യുമെങ്കിൽ പോലും അവൻ ഫുൾ ക്യാപിറ്റൽ ഒറ്റ ട്രേഡിൽ ഇൻഫ്യൂസ് ചെയ്യും. അപ്പോൾ ലോസ് വരുമ്പോൾ അതനുസരിച്ചുള്ള. പക്ഷെ ആ സമയത്ത് ആരും ലോസിലോട്ട് നോക്കുന്നില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഇന്ന് 1 ലക്ഷം രൂപ ഉണ്ട്, 100 രൂപ പ്രീമിയം ഉള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്കൊരു 1000 ക്വാണ്ടിറ്റി എടുക്കാം. 1000 ക്വാണ്ടിറ്റി എടുത്ത് എനിക്ക് ഇന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 100 പോയിന്റ് മൂവ് ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുള്ളൂ. അതേസമയം ഇത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഇത്രത്തോളം പോകുമെന്നൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല. അതിപ്പോൾ എല്ലാ ബിഗിനേഴ്സും അങ്ങനെയാണ്. ഇപ്പം ബിസിനസ് ആണെങ്കിലും ട്രേഡിംഗ് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് ആണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും ഇപ്പോൾ ഒരാൾ ബിസിനസ്സിനകത്തോട്ടും ട്രേഡിങ്ങിനകത്തോട്ടും സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അവരെൻ്റെ പോസിറ്റീവ്സിനെ പറ്റി മാത്രമേ ആലോചിക്കുള്ളൂ, ആരും എൻ്റെ നെഗറ്റീവ്സിനെ പറ്റി ആലോചിക്കില്ല. അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി പോലെ തന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഉള്ള ഒരു ഏരിയയാണ്. എല്ലാവരും പോസിറ്റീവ്സിനെ പറ്റി മാത്രമേ ആലോചിക്കുള്ളൂ, എല്ലാവരും സക്സസ് സ്റ്റോറീസിനെ പറ്റി മാത്രമേ ആയിക്കുള്ളൂ, എൻ്റെ നെഗറ്റീവ്സിനെ പറ്റി ആരും ആലോചിക്കില്ല. അപ്പം എനിക്ക് മനസ്സിലായൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ നെഗറ്റീവ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു പാർട്ടെങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് വലിയൊരു സക്സസ് ആണ്. കാരണം ഇതിനകത്ത് നമ്മൾ അപ്പം അനുപനോട് ഇതിൻ്റെ എഡ്യൂക്കേഷനെ പറ്റി ചോദിച്ചു. അപ്പോൾ എഡ്യൂക്കേഷൻ ടൈമിൽ എല്ലാ ആൾക്കാരും ഇപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു വീഡിയോ, ഹൗ ടു മാനേജ് റിസ്ക് എഫിഷ്യൻ്റ്ലി ഇൻ ദ മാർക്കറ്റ്സ്, ആ വീഡിയോയ്ക്ക് ആരും ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. പക്ഷേ വേറെ ഒരു വീഡിയോ ഞാൻ ഇടുവാണ്, ഇപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയായിട്ട്. അപ്പം വേറൊരു വീഡിയോ ഞാൻ ഇടുവാണ്, മേക്ക് 1 lakh rupees to 1 crore. ആൾക്കാരെല്ലാം ആ 1 lakh rupees to 1 crore എങ്ങനെ, ആ വീഡിയോയിൽ ആൾക്കാർക്ക് താല്പര്യം, അങ്ങനെ ഒരു വീഡിയോയ്ക്ക് ആയിരിക്കും ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി ആർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതാ പറഞ്ഞേ, ഒരു ബിസിനസ്സിനകത്തോട്ട് വരുമ്പോൾ ട്രേഡിംഗ് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ്സ് എങ്ങനെ കുറയ്ക്കാം അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യണം. അതിനുവേണ്ടി പല മെത്തഡോളജീസ് ഉണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ സ്ട്രാറ്റജി ഓറിയൻറ്റ് ചെയ്ത് എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, സ്ട്രാറ്റജിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ് അറിയാണ്ട് ഒരു സ്ട്രാറ്റജിയും വർക്ക് ചെയ്യില്ല. റിസ്ക് മാനേജ്മെൻറ്റ് നല്ലതാണെങ്കിൽ ഏത് സ്ട്രാറ്റജിയും വർക്ക് ചെയ്യും. അപ്പോൾ ഇത് മാർക്കറ്റിനകത്ത് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ട്രേഡ്സും ഇപ്പോൾ എൻ്റെ വെരിഫൈഡ് പേയ്മെൻറ്റിൽ നോക്കിയാലേ അറിയാം. നമ്മളിപ്പോൾ എന്താ പറയുക, 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 എണ്ണേ വിന്നിങ് ഉള്ളൂ. പക്ഷേ 5 വിന്നിങ് ട്രേഡ്സിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് 5 ലൂസിങ് ട്രേഡ്സിനെക്കാട്ടും കുറവാണ്, കൂടുതലായിരിക്കും. വിന്നിങ് ട്രേഡ്സിനകത്തുള്ളത് ലൂസിങ് ട്രേഡ്സിനെക്കാട്ടും കൂടുതൽ. അത് മാത്രം നമ്മൾ പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ മാർക്കറ്റ് എപ്പോഴും റൈറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടല്ല പ്രോഫിറ്റബിൾ ആവുന്നത്. പകരം നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിനകത്താണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു കോർ സ്ട്രെങ്ത് ഇരിക്കുന്നത്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ഇപ്പം ഞാൻ എത്രത്തോളം പറഞ്ഞാലും ആരെന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ കോഴ്സ് എടുത്താലും കൈ കൊള്ളാണ്ട് നമ്മളത് പഠിക്കില്ല. കാരണം നമുക്ക് മാർക്കറ്റിനെ പറ്റിയുള്ളൊരു പെർസെപ്ഷൻ ഭയങ്കര വേറെ. അപ്പോൾ അനൂപ് 18 വയസ്സിൽ ബൈക്ക് ഓടിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പോൾ ഓടിക്കുന്നത്.
അത് മാറും. അതെങ്ങനെ മാറുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ഇവിടെ വീഴുമ്പോഴേക്കും നമ്മൾ പഠിക്കും, ഓക്കെ ഇതല്ല ഇങ്ങനെയല്ല എന്ന് വെച്ചാൽ 18 വയസ്സാകുമ്പോൾ സ്പീഡിൽ പോയതൊന്നും അറിയാണ്ടല്ല. ചില ആൾക്കാർ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസസ് വരുന്നത്. അപ്പോൾ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ആദ്യമേ നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ പാടാം. കുറെ പേർക്ക് ഇതിനോ കൃത്യമായിട്ടുള്ള ധാരണയോടെ അല്ലെങ്കിൽ കൃത്യമായ എഡ്യൂക്കേഷൻ നൽകാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്നതിന് പകരം അങ്ങനെ കൊട്ടുഘോഷിച്ചുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് വളരെ ചുരുക്കം ആളുകളിലേക്ക് മാത്രമാണ് ഈ എഡ്യൂക്കേഷൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സോർട്ടഡ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? ഓക്കെ, അതിനകത്ത് അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എനിക്ക് 2 ടൈപ്പ് ഓഡിയൻസ് ഉള്ളതെന്ന് വെച്ചോ. എനിക്കിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞൊരു ക്ലയൻറ്റും ഉണ്ട്, എനിക്ക് 35 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് വരെ ക്ലയൻറ്റും ഉണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുമായിട്ട് സിമിലറാണ്. ഈ 18 വയസ്സുള്ള ആളുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം തുടങ്ങുന്ന വർഷം തന്നെ 100% 200% റിട്ടേൺ ഉണ്ടാക്കാനാണ്. 30 വയസ്സുള്ള ഒരാളുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പക്ഷേ ആദ്യത്തെ വർഷം ബെറ്റർ ദാൻ FD ചെയ്താൽ മതിയോ. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 95% ആൾക്കാർ ലോസ് മേക്കിംഗ് ആണ് ട്രേഡിങ്ങിനകത്ത്. ബാക്കി 5% ആൾക്കാരിനകത്ത് 3% ആൾക്കാർ FD റിട്ടേൺസ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള 5%, 3% ആൾക്കാർ FD റിട്ടേണിന്റെ അടിയിൽ റിട്ടേൺ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി 2% ആൾക്കാർ മാത്രമേ FD-നെക്കാട്ടും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2% ആൾക്കാർ മാത്രമേ FD-നെക്കാട്ടും എന്തെങ്കിലും കൂടുതൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2% ആൾക്കാർക്ക് ഒരു പക്ഷേ അവരുടെ തന്നെ ആക്ടിവിറ്റി, വേറെ ബിസിനസ്സോ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ടും ആൾക്കാർ ഇതിനകത്തോട്ട് ആ 2%-ത്തിനകത്തോട്ട് വരാൻ 1% ആയിരിക്കും നല്ലൊരു എക്സലന്റ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത്. ആ 1%-ത്തിനകത്തോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ, ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും UPSC ആണെങ്കിലും സക്സീഡ് ചെയ്യുന്ന ഒരു 1%. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ ഞാൻ പറഞ്ഞ 18 വയസ്സാൻ്റെ എക്സ്പെക്ടേഷൻ അല്ലായിരിക്കും 30 വയസ്സാണ്. അപ്പോൾ കുറേയും കൂടെ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഉള്ള ഒരാളുമായിട്ടാണ് നമ്മൾ കൂടുതലും ബിസിനസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ചെയ്യാൻ പറ്റും, അവനും അറിയാം ഇതാണ് റീസണബിൾ. പക്ഷെ 18 വയസ്സായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവന്റെ ക്യാപിറ്റൽ കുറവായിരിക്കും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, അവന് 1 ലക്ഷം 1 കോടിയാക്കാനായിരിക്കും അവന്റെ ടാർഗറ്റ്. അത് അൺറിയലിസ്റ്റിക് ആണ്. അത് അവന് മനസ്സിലാവാൻ ഒരു മെച്യൂരിറ്റി ഏജ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് അവൻ മെച്യൂർ ആവും അവൻ അത്രയും നല്ലത്. അപ്പോൾ അവനെ കേട്ടർ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ കുറെ പോൺസി സ്കീംസും ഈ പറഞ്ഞ MLMസും അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ MLMും ഈ പറഞ്ഞ പോൺസി സ്കീംസിനകത്തും അട്രാക്ട് ആവുന്ന ഒരു ക്ലയന്റും ഒരിക്കലും നമ്മുടെ നിഷിൽ വരില്ല. നമ്മുടെ നിഷിനകത്ത് വരുന്ന കൂടുതലും റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസും ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നിഷ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലും ആ ഒരു സെഗ്മെന്റുമായിട്ട് മാത്രം നിൽക്കുന്നത്. മറ്റേതിനകത്ത് നമുക്ക് ഒരു പക്ഷേ കൂടുതലൊരു വൈഡർ ഓഡിയൻസ് ബേസിനെ കിട്ടും, പക്ഷേ നമുക്കൊരിക്കലും അവർക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റുന്നൊരു സംഭവമല്ല. നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തോട്ട് നിങ്ങൾ വരുള്ളൂ. നിങ്ങൾ പെട്ടെന്നൊരു ക്വിക്ക് മണി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനകത്തോട്ട് വരണ്ട. നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തോ. പല ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം പൈസ ഉണ്ടാക്കാനുള്ള ഒരേ ഒരു വഴി ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതി വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലും ആൾക്കാർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ ആൾക്കാർ ആരും തന്നെ മാർക്കറ്റിൽ നിന്നായിരിക്കില്ല പൈസ ഉണ്ടാക്കുന്നത്. അവർ കോഴ്സ് വിട്ടും സബ് ബ്രോക്കിങ്ങും പല സോഫ്റ്റ്വെയർ വിട്ടും അങ്ങനെയായിരിക്കും അവർ പൈസ ഉണ്ടാക്കുന്നത്. അവർ മാർക്കറ്റിൽ നിന്ന് ഒരിക്കലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ഒരു പ്രൊപ്പഗണ്ട ഇത് ചെയ്യും. അതാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കേൾക്കുന്ന ഒരാൾ, ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത ഒരാൾ അതിനകത്തോട്ട് പെട്ടെന്ന് ട്രാപ്പിനകത്തോട്ട് വീഴുകയും ചെയ്യും. ഈ തൊട്ടടുത്ത് തന്നെ വാർത്ത ഉണ്ടായിരുന്നു, ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആകുക എന്ന് പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ് പറ്റുകയും ആൾക്ക് ട്രേഡ് ചെയ്ത് 2-3 കോടി നഷ്ടം വരിക. അതേസമയം തന്നെ കോഴ്സ് 17-18 കോടി വരുമാനം ഉണ്ടാക്കി. തൊട്ടടുത്ത് ഒരു യൂട്യൂബർ അല്ല, ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം ഈ ഇൻഡസ്ട്രിനകത്ത് അപ്പോൾ അനൂപിനെ ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുക. ഓക്കെ, ഇപ്പം അനൂപ് സ്കൂളിൽ പോകുന്ന പോലെ അല്ല. ഇപ്പം അനൂപിന് ഞാൻ ചിലപ്പോൾ മാത്സ് ടീച്ചർ ആയിരിക്കാം. അപ്പം അനൂപിന് ഈ പറഞ്ഞതിൽ എനിക്ക് മാത്സ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ അനൂപിന് ഞാൻ ചെയ്യുന്ന കണ്ടാൽ മനസ്സിലാവും. പക്ഷെ മാർക്കറ്റിനകത്ത് അങ്ങനെയല്ല. എനിക്ക് അനൂപിനോട് എന്ത് വേണമെങ്കിലും മാർക്കറ്റിനെ പറ്റി പഠിപ്പിക്കാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കാൻ വരെ എനിക്ക് അനൂപിനെ പഠിപ്പിക്കാം. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടോ. അപ്പം ഞാൻ ഒരാളടുത്ത് പഠിക്കുക. ഇപ്പം മാർക്കറ്റിനെ പറ്റി നമ്മൾ ഒരാളടുത്ത് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുള്ളിക്കാരൻ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടോ. അപ്പോൾ അനൂപിനെ ചോദിക്കാം, അതാണെങ്കിൽ എൻ്റെ ലെഡ്ജർ കാണിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ. അപ്പോൾ എനിക്ക് അനൂപിന് ഞാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ പറ്റി പറയാൻ പറ്റുന്നില്ല, കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അനൂപ് എന്താ മനസ്സിലാക്കണ്ടേ, ഞാൻ ജസ്റ്റ് ഒരു ട്യൂട്ടറാണ്.
അല്ലാണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഞാൻ പൈസ ഉണ്ടാക്കുന്ന അനൂപിന് കോഴ്സ് വിറ്റാം. കാരണം അതിപ്പോൾ ഈ കൊറോണയുടെ ടൈമിലാണ് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് സ്പൈക്കായ. കാരണം ഒരുപാട് ആൾക്കാർ വീട്ടിൽ വെറുതെ ഇരിക്കുക, ഇഷ്ടം പോലെ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എവറി ടോം ഡിക്ക് ആൻഡ് ഹാരി ഹാസ് ഹിസ് ഓൺ യൂട്യൂബ് ചാനൽ ആൻഡ് കോഴ്സസ് ഓൺ സെല്ലിംഗ്. ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അവരാരും ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ക്രെഡിബിലിറ്റി നമ്മൾ നോക്കണം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതാ ഞാൻ പറയും, ഇപ്പം ഞാനിപ്പോൾ ഒരു കുറേ ഫാൻസി കാസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനകത്തോട്ട് അട്രാക്റ്റഡ് ആവും. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് ട്രേഡിങ്ങിൽ നിന്നാണോ പൈസ ഉണ്ടാക്കുന്നത്? കോഴ്സ് വിറ്റ് പൈസ ഉണ്ടാക്കണ്ടല്ല എന്നല്ല പറഞ്ഞു. ഞാനും കോഴ്സ് വിറ്റ് പൈസ ഉണ്ട്. കോഴ്സ് നമുക്ക് പല സർവീസസ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ അത് ഒരു ക്ലയന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഈ പറഞ്ഞ വെരിഫൈഡ്. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞ ഏത് ഇന്റർവ്യൂവിന് പോലെ ഞാൻ വെരിഫൈഡ്, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വെരിഫൈഡ് P&L ലിങ്ക് തരുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നില്ലെങ്കിൽ എനിക്കത് ഒരിടത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. F&O ട്രേഡിംഗ് ഡെസ്കിനകത്ത് നമ്മൾ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യണത് 35 crores. 35 crores ആണ് നമ്മൾ F&O ട്രേഡ് ചെയ്യുന്നത്. അതിപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ നമ്മൾ തന്നെ കൂടുതൽ ഫണ്ട്സ് ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നിയർലി 45-50 crores ആവും. സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ എല്ലാം 20%. ഇപ്പം ഞാൻ ടാർഗറ്റ് ചെയ്യണ മാസം 2%, 3% ഞാൻ മന്ത്ലി ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത്. ചില മാസങ്ങൾ ചിലപ്പോൾ 5 ആവും, ചില മാസങ്ങൾ അത് നെഗറ്റീവ് ആവും. എപ്പോഴും എനിക്കറിയില്ല ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന എത്ര പേർക്ക് ലെഡ്ജർ റിപ്പോർട്ടിനെ പറ്റി അറിയാം. അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടില്ലെങ്കിൽ ലെഡ്ജർ റിപ്പോർട്ട് അല്ലെങ്കിൽ P&L സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ എത്ര പ്രോഫിറ്റ് ലോസ് ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാക്കിയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരിടത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മെന്ററിനോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ P&L സ്റ്റേറ്റ്മെന്റ് കാണിക്കുക. P&L സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നതിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ നാച്ചുറലി അവൻ പൈസ ഉണ്ടാക്കുന്നില്ല, ട്രേഡ് ചെയ്താൽ പൈസ ഉണ്ടാക്കുന്നില്ല.